വലൈക്കും. അപ്പോൾ നമ്മൾ വീണ്ടും തുടരാണ്. എവിടെ എത്തിയെന്നറിയാം. അദ്ദേഹം ആ കുറ്റബോധം ഏറ്റുപറയാൻ വേണ്ടി വരാണ്. ആര്? നമ്മുടെ ഗാന്ധിജി. ഇനി അത് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞാൻ തീരുമാനിച്ചു അറ്റ് ലാസ്റ്റ്, അവസാനം, ടു റൈറ്റ് ഔട്ട് ദി കൺഫെഷൻ. ഈ കുറ്റബോധം, ഈ കുറ്റം ഏറ്റുപറയൽ ഞാൻ എഴുതാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന് നേരിട്ട് പറയാൻ കഴിയുന്നില്ല, അച്ഛൻ എന്ത് വിചാരിക്കുന്നൊക്കെ വിചാരിച്ചിട്ട്. എന്നിട്ടോ ഞാൻ വേറെ തീരുമാനിച്ചു, ടു സബ്മിറ്റ് ടു മൈ ഫാദർ. എന്നിട്ടത് എൻ്റെ ഫാദറിൻ്റെ സബ്മിറ്റ് ചെയ്യാനും, ആൻഡ് ആസ്ക് ഫോർ ഹിസ് ഫോർഗിവ്നെസ്. എന്നിട്ട് ചോദിക്കാനും അദ്ദേഹത്തിനോട് മാപ്പ്. ഐ റോട്ട് ഇറ്റ് ഓൺ എ സ്ലിപ്പ് ഓഫ് പേപ്പർ. ഒരു പേപ്പറിൻ്റെ ചെറിയൊരു സ്ലിപ്പിൽ ഞാൻ എഴുതി. ആൻഡ് ഹാൻഡഡ് ഇറ്റ് ടു ഹിം മൈ സെൽഫ്. എന്നിട്ട് അതിനെ ഞാൻ തന്നെ എൻ്റെ അച്ഛന് കൈമാറി. ഇതിൽ, അതായത് ഈ എഴുത്തിൽ, നോട്ട് ഓൺലി ഡിഡ് ഐ കൺഫേസ് മൈ ഗിൽറ്റ്, അതിൽ ഞാൻ എൻ്റെ തെറ്റു ഏറ്റുപറയൽ മാത്രമല്ല, പക്ഷേ ഐ ആസ്ക്, ഞാൻ ചോദിക്കുകയുമായിരുന്നു, എന്ത്? അഡ്യൂക്വേറ്റ് പണിഷ്മെൻറ്റ് ഫോർ ഇറ്റ്, അതിന് പര്യാപ്തമായ, അതിന് മതിയായ രീതിയിലുള്ള ഒരു ശിക്ഷ ഞാൻ എന്താക്കുകയുമായിരുന്നു, ചോദിക്കുകയുമായിരുന്നു ചെയ്തത്. ആൻഡ് ക്ലോസ്ഡ് വിത്ത് എ റിക്വസ്റ്റ്. അങ്ങനെ ഞാൻ ഒരു അപേക്ഷയോടുകൂടിയാണ് ഞാനത് പൂർത്തിയാക്കിയത്, അത് അടച്ചത്. ടു ഹിം, അദ്ദേഹത്തിനോട്, എന്ത്? നോട്ട് ടു പണിഷ് ഹിംസെൽഫ് ഫോർ മൈ ഒഫൻസ്. എൻ്റെ തെറ്റിന്, എൻ്റെ കുറ്റത്തിന് അച്ഛൻ സ്വയം എന്താക്കരുത്, പണിഷ് ചെയ്യരുത്. എന്നെന്തെങ്കിലും ചെയ്യണം, അല്ലാതെ അതിന് പകരമായിട്ട് അച്ഛൻ തെറ്റ് ഏറ്റെടുക്കരുത്. ഐ ആൾസോ പ്ലഡ്ജ്, അവസാനം ഞാൻ എന്താക്കി, ഉറപ്പ് നൽകുകയും ചെയ്തു, മൈസെൽഫ്, സ്വയം, നെവർ ടു സ്റ്റീൽ ഇൻ ഫ്യൂച്ചർ. ഇനി വരുന്ന കാലത്ത്, അതായത് ഇനി ഭാവിയിൽ ഞാൻ ഒരിക്കലും എന്താകില്ല, അതായത് കട്ടെടുക്കില്ല, മോഷണം നടത്തില്ലെന്ന് ഞാൻ ഉറപ്പ് നൽകുകയും ചെയ്തു. ഐ വാസ് ട്രംബ്ലിങ് ആസ് ഐ ഹാൻഡഡ് ദി കൺഫെഷൻ ടു മൈ ഫാദർ. ആ കുറ്റം ഏറ്റുപറയില്ല, ആ മാപ്പപേക്ഷ കൊടുക്കുമ്പോൾ ഞാൻ വളരെയധികം, അതായത് കൈമാറുന്ന സമയത്ത് ഞാൻ എന്തായിരുന്നു, വിറക്കുന്നവനായിരുന്നു. ആസ് ഐ ഹാൻഡഡ്, ഞാൻ കൈമാറുന്ന സമയത്ത്, ദ കൺഫെഷൻ, ആ കുറ്റം ഏറ്റുപറയൽ. അങ്ങനെ അദ്ദേഹമായിരുന്നു അപ്പോൾ കൺഫൈൻഡ് ടു ബെഡിലിങ്ങനെ കിടപ്പിലായിരുന്നു. അച്ഛൻ ആ സമയത്ത് ബെഡിലിങ്ങനെ കിടപ്പിലായിരുന്നു. ഹിസ് ബെഡ് വാസ് എ പ്ലെയിൻ വുഡൻ പ്ലാങ്ക്. അദ്ദേഹത്തിൻ്റെ ബെഡ് ഒരു പ്ലെയിനായിട്ടുള്ള, അതായത് നല്ല പരന്ന ഒരു മരത്തിനാലുള്ളൊരു പലകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ബെഡ്. ഐ ഹാൻഡഡ് ഹിം ദി നോട്ട്, ഞാനെന്തായി അദ്ദേഹത്തിന് ആ നോട്ട് കൊടുക്കുകയും, ആൻഡ് സാറ്റ് ഓപ്പോസിറ്റ് ദി പ്ലാങ്ക്, എന്നിട്ട് ആ പലകയുടെ ഓപ്പോസിറ്റായിട്ട് ഞാൻ ഇരിക്കുകയും ചെയ്തു. ഹി റീഡ് ഇറ്റ് ത്രൂ, അങ്ങനെ അദ്ദേഹം ആ പേപ്പറിലൂടെ വായിച്ചു. അതായത് ആ പേപ്പറിൽ നല്ലൊരു പ്രയോഗമാണ്, ഹി റീഡ് ഇറ്റ് ത്രൂ, അദ്ദേഹം ആ പേപ്പർ ഒന്ന് വായിച്ചു. ആൻഡ് ടിയേഴ്സ് ട്രിക്കിൾഡ് ഡൗൺ ഹിസ് ചീക്സ്, അപ്പോഴോ കണ്ണുനീരുകൾ അദ്ദേഹത്തിൻ്റെ കവിളിലൂടെ എന്തായി, ഉറ്റി വീണു. വെറ്റിംഗ് ദ പേപ്പർ, അങ്ങനെ ഉറ്റി വീണ് പേപ്പറിനെ എന്താക്കുകയും ചെയ്തു, നനക്കുകയും ചെയ്തു. അല്ലേ, വെറ്റി നനച്ചുകൊണ്ട് പേപ്പറിനെ. അപ്പം പേപ്പറിനെ നനച്ചുകൊണ്ട് ആ കവിളിലൂടെ അദ്ദേഹത്തിൻ്റെ കണ്ണുനീരുകൾ ഉറ്റി വീഴാൻ തുടങ്ങി. ഫോർ എ മൊമെൻറ്റ് ഹി ക്ലോസ്ഡ് ഹിസ് ഐസ്, അല്പസമയം അദ്ദേഹം എന്തായി, കണ്ണുകളൊന്ന് അടച്ചു. ഇൻ തോട്ട്, എന്തോ ഒരു ചിന്തയിൽ. ദെൻ ടോർ അപ്പ് ദി നോട്ട്, എന്നിട്ട് ആ നോട്ട് എന്താക്കി, ഒന്ന് കീറി. ഹി ഹാഡ് സാറ്റ് അപ്പ് ടു റീഡ് ഇറ്റ്. അദ്ദേഹം അത് വായിക്കാനൊന്ന് നിവർന്നിരുന്നിട്ടുണ്ടായിരുന്നു. അതായത് വായിക്കാൻ വേണ്ടി അദ്ദേഹം നിവർന്നായിരുന്നു. എന്തായി, ഹി ലൈ ഡൗൺ അഗൈൻ. അദ്ദേഹം എന്തൊക്കെ ടെൻഷൻ കൊണ്ട് വീണ്ടും കിടന്നു. ഐ ആൾസോ ക്രൈഡ്, ഞാനും കരഞ്ഞു. ഐ കുഡ് സീ മൈ ഫാദേഴ്സ് അഗണി, എനിക്കെന്താക്കാം, എൻ്റെ ഫാദറിൻ്റെ യാതന, വിഷമം എനിക്ക് കാണാൻ സാധിച്ചിരുന്നു. ഇഫ് ഐ വേർ എ പെയിൻറ്റർ, ഞാനൊരു നല്ലൊരു കലാകാരനായിരുന്നെങ്കിൽ, അതൊരു പെയിൻറ്റ് ചെയ്യുന്നവനായിരുന്നെങ്കിൽ, ഐ കുഡ് ഡ്രാ എ പിക്ചർ ഓഫ് ദി ഹോൾ സീൻ ടുഡേ, എനിക്കെന്താ വരയ്ക്കാൻ സാധിച്ചിരുന്നു. എ പിക്ചർ, ഒരു ചിത്രം, ഓഫ് ദി ഹോൾ സീൻ ടുഡേ, ഇന്നത്തെ ഈ ഒരു ചിത്രം, ഇന്നത്തെ ഈ ഒരു മൊത്തമുള്ളൊരു സീൻ എനിക്ക് എന്താക്കാമായിരുന്നു, ഒരു ചിത്രം എനിക്ക് വരയ്ക്കാൻ സാധിച്ചിരുന്നേന്. ഇറ്റ് ഈസ് സ്റ്റിൽ സോ വിവിഡ്, അത് ഇപ്പോഴും സോ അങ്ങേയറ്റം വിവിഡ് ഇൻ മൈ മൈൻഡ്, എൻ്റെ മനസ്സിൽ ഇപ്പോഴും അത് വളരെ ഉജ്ജ്വലമായി തന്നെ നിലനിൽക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ദോസ് ടിയേഴ്സ് ഓഫ് ലവ് ക്ലീൻസ്ഡ് മൈ ഹാർട്ട്,
ആ കണ്ണുനീരുകൾ, അതായത് അച്ഛൻ്റെ ആ കണ്ണുനീരുകൾ, ആ സ്നേഹത്തിൻ്റെ കണ്ണുനീരുകൾ ക്ലീൻസ് മൈ ഹാർട്ട്, എൻ്റെ ഹൃദയത്തെ എന്താക്കി, അത് വൃത്തിയാക്കി. ആൻഡ് വാഷ്ഡ് മൈ സിൻ അവേ, എന്നിട്ടോ എൻ്റെ പാപങ്ങളെയെല്ലാം തുടച്ചു നീക്കുകയും ചെയ്തു. ദെൻ ഐ കുഡ് റീഡ് ഇൻ ഇറ്റ്, മാത്രമല്ല അതിലൂടെ എനിക്ക് വായിച്ചെടുക്കാൻ സാധിച്ചിരുന്നു എന്ത്, നത്തിങ് മോർ ദാൻ എ ഫാദേഴ്സ് ലവ്, ഒരു പിതാവിൻ്റെ സ്നേഹത്തേക്കാൾ കൂടുതലായി ഒന്നും തന്നെ ഇല്ലെന്ന് എനിക്ക് ആ സംഭവത്തിലൂടെ വായിച്ചെടുക്കാൻ സാധിച്ചിരുന്നു. ഐ നോ, എനിക്കറിയാം ദാറ്റ് ഇറ്റ് വാസ് പ്യുവർ അഹിംസ, അതാണ് യഥാർത്ഥ അഹിംസ. അതായത് ഹിംസാർന്ന അക്രമം, അപ്പോൾ അക്രമത്തിൻ്റെ ഓപ്പോസിറ്റ് അതാണ് അഹിംസ എന്ന് എനിക്ക് അപ്പോൾ മനസ്സിലായി. വെൻ ദർ ഈസ് സച്ച് അഹിംസ, എവിടെയെങ്കിലും അപ്രകാരമുള്ള അഹിംസയുണ്ടെങ്കിൽ ഉണ്ടാകുമ്പോൾ, ഉണ്ടാകുമ്പോൾ ഇറ്റ് ചേഞ്ചസ് എവറിത്തിങ് ഇറ്റ് ടച്ച്, അതെന്താക്കുന്നു, ആ അഹിംസ അതിനോട് തൊട്ടു നിൽക്കുന്ന എല്ലാത്തിനെയും എന്താക്കുന്നു, മാറ്റിമറക്കുന്നു. അതായത് അഹിംസ എന്നാൽ അക്രമമില്ലാത്ത സ്ഥലം ഏതുമുണ്ടോ, എന്നാൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാത്തിനെയും അതെന്താക്കും, മാറ്റിമറിക്കുമെന്നാണ് പറയുന്നത്. ദർ ഈസ് നോ ലിമിറ്റ്, ഒരു പരിധിയുമില്ല ടു ഇറ്റ്സ് പവർ, ആ അഹിംസയുടെ പവറിലേക്ക് ഒരിക്കലും എന്തില്ല, ഒരു പരിധിയുമില്ല എന്നാണ് പറയുന്നത്. ദിസ് കൈൻഡ് ഓഫ് sublime forgiveness was not natural to my father. ഈ തരത്തിലുള്ള സബ്ലൈം ഫോർഗീവ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഉന്നതമായ അത്യുജ്വലമായ മാപ്പ് അപേക്ഷിക്കുന്നതിൻ്റെ ഇത്തരം ഇനങ്ങൾ, ഇത്തരത്തിലുള്ള ഈ ഒരു നല്ല മാപ്പ് അപേക്ഷിക്കൽ വാസ് നോട്ട് നാച്ചുറൽ, അതൊരു സ്വാഭാവികമായിരുന്നില്ല ടു മൈ ഫാദർ, എൻ്റെ ഫാദറിന്. അതായത് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. കാരണം അത് ആദ്യമായിട്ടാണ്. ഐ ഹാഡ് തോട്ട്, ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ദാറ്റ് എന്തെന്നാൽ ഹി വുഡ് ബി ആംഗ്രി, അദ്ദേഹം ഒരു പക്ഷേ എന്തായേക്കാം, വളരെ ദേഷ്യപ്പെട്ടേക്കാം. ഹാർഡ് തിങ്സ്, കാര്യങ്ങളൊക്കെ വളരെ കഠിനമായി തന്നെ പറഞ്ഞേക്കാം. അല്ലെങ്കിലോ ആൻഡ് സ്ട്രൈക്ക് ഹിസ് ഫോർ ഹെഡ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ അദ്ദേഹം എന്താ പറയുക, ഉരസിയേക്കാന്ന് പറഞ്ഞാൽ നെറ്റിയൊക്കെ ചുളിച്ചെന്തെങ്കിലും ചെയ്തേക്കാം. പക്ഷേ ഹി വാസ് സോ വണ്ടർഫുള്ളി പീസ്ഫുൾ, പക്ഷേ അത്ഭുതകരമാം വിധം അദ്ദേഹം എന്താ പറയുക, സമാധാനപൂർണ്ണനായിരുന്നു. ആൻഡ് ഐ ബിലീവ്, ഞാൻ വിശ്വസിക്കുന്നു, ഇതൊക്കെ ഇങ്ങനെ ആയിത്തീരാൻ തന്നെ കാരണം ഡ്യൂ ടു മൈ ക്ലീൻ കൺഫെഷൻ, എൻ്റെ വളരെ പ്യുവറായിട്ടുള്ള, ക്ലീൻ എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥം വളരെ എന്താ പറയുക, ഇപ്പോൾ പ്യുവറായിട്ടുള്ള ഒരു കൺഫെഷൻ കൊണ്ട് മാത്രമാണ്, എൻ്റെ വൃത്തിയായിട്ടുള്ള വളരെ അങ്ങോട്ടും കളങ്കമില്ലാത്ത ഒരു കുറ്റം ഏറ്റുപറച്ചിലിൻ്റെ ഒരു കാരണം കൊണ്ട് മാത്രമായിരിക്കും ദേഷ്യപ്പെടേണ്ട എൻ്റെ പിതാവ് എന്തായത്, വളരെയധികം പീസ്ഫുള്ളായിട്ട് എന്നോട് പെരുമാറിയത് എന്ന്. അപ്പോൾ പറയണേ, എ ക്ലീൻ കൺഫെഷൻ, ഒരു വൃത്തിയായിട്ടുള്ള ഒരു വ്യക്തമായ കുറ്റം പറച്ചിൽ എന്ന് പറഞ്ഞാൽ, അതും എങ്ങനെ കമ്പൈൻഡ് വിത്ത് എ പ്രോമിസ്, അതും ഒരു ഉറപ്പോടുകൂടെ കൂടിച്ചേർന്നിട്ടുള്ള, അതായത് ആ കൺഫെഷനിൽ എല്ലാ തരത്തിലുള്ള ഒരു വാക്കുണ്ട്, എല്ലാ തരത്തിലുള്ള ഒരു ഉറപ്പുണ്ട്, കരാറുണ്ടെങ്കിൽ, അതായത് ഞാൻ ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നുള്ളൊരു ഉറപ്പ് ആ ഒരു കൺഫെഷനിൽ, കുറ്റം ഏറ്റുപറയലിലുണ്ടെങ്കിൽ, നെവർ ടു കമ്മിറ്റ് ദി സിൻ അഗെയിൻ, അങ്ങനെ ഉണ്ടെങ്കിൽ ഒരിക്കലും വീണ്ടും ഒരു പാപം ചെയ്യാൻ നമ്മൾ മുതിരില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഈ ഒരു ക്ലീൻ കൺഫെഷൻ ഈസ് ദ പ്യൂറസ്റ്റ് ടൈപ്പ് ഓഫ് റെപ്പൻറ്റൻസ് പറഞ്ഞാലും എന്താ, പശ്ചാത്താപം. അതും എന്താണ്, ഒരു വളരെ പരിശുദ്ധമായ വളരെ പരിശുദ്ധമായ ഒരു റെപ്പൻറ്റൻസ്, പശ്ചാത്താപത്തിൻ്റെ ഒരു രീതിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഐ നോ, എനിക്കറിയാം ദാറ്റ് എന്തെന്നാൽ മൈ കൺഫെഷൻ മെയ്ഡ് മൈ ഫാദർ ഫീൽ, എൻ്റെ ആ ഒരു കുറ്റം ഏറ്റുപറയലിലൂടെ എൻ്റെ ഫാദറിന് എന്ത് മനസ്സിലായി, മെയ്ഡ് മൈ ഫാദർ ഫീൽ, എൻ്റെ ഫാദറിനെ വളരെയധികം ഫീൽ ചെയ്യിപ്പിച്ചു. അബ്സല്യൂട്ട്ലി, എന്താണ് അദ്ദേഹത്തിനെ ഇത്രത്തോളം ഫീൽ ചെയ്യിപ്പിച്ചത്, അബ്സല്യൂട്ട്ലി സേഫ് അബൌട്ട് മീ, എന്നെക്കുറിച്ച് അങ്ങേയറ്റം എന്താണ്, അബ്സല്യൂട്ട്ലി പറഞ്ഞാൽ അങ്ങേയറ്റം വളരെ സുരക്ഷിതനാണെന്ന് അദ്ദേഹത്തിനെ ഫീൽ ചെയ്യിപ്പിച്ചെന്ന് എനിക്കിപ്പോൾ ഉറപ്പാണ്. മാത്രമല്ല, ഇൻക്രീസ്ഡ് ഹിസ് അഫെക്ഷൻ ഫോർ മീ, എന്നോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം ഒന്നുകൂടെ വർദ്ധിപ്പിച്ചു. ബിയോണ്ട് മെഷർ, അളക്കാൻ പറ്റാത്തത്രത്തോളം, ബിയോണ്ട് എന്ന് പറഞ്ഞാൽ പുറമേ കേട്ടോ, അളക്കാൻ പറ്റാത്തത്രത്തോളം
എന്നോടുള്ള സ്നേഹം അദ്ദേഹത്തിൽ അധികരിപ്പിക്കുകയും ചെയ്തു. അതായത് ആത്മാർത്ഥമായിട്ട് കുറ്റം പറഞ്ഞാൽ, ചെയ്ത കുറ്റം പറഞ്ഞാൽ ഏതൊരു പിതാവിനും ഏതൊരാൾക്കും എന്താകും, അവരോട് സ്നേഹമേ തോന്നുള്ളൂ. അവൻ പറഞ്ഞല്ലോ, മറച്ചു വെച്ചില്ല. അതാണ് ഇപ്പോൾ ഇവിടെ നമുക്കൊക്കെ തരുന്ന നല്ലൊരു പാഠം. തെറ്റെല്ലാവരും ചെയ്യും, പക്ഷേ ആ തെറ്റൊക്കെ പറയാനുള്ള മനസ്സാണ് ഏറ്റവും കരുത്തുറ്റ മനസ്സെന്നാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, എല്ലാവരും ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കുക. അസ്സലാമു അലൈക്കും.